ഒരു സ്വപ്നത്തിൻ്റെ കൈപിടിച്ച് സാന്റിയാഗോ എന്ന ഇടയബാലൻ നടത്തുന്ന കഠിനമായ ഒരു യാത്രയുണ്ട്. അവൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി അതികഠിനമായ യാത്ര ഉപേക്ഷിച്ച് അവൻ സുരക്ഷിതമായ ജീവിതത്തിലേക്ക് മടങ്ങാമായിരുന്നു സാർ. എന്നാൽ പ്രതിസന്ധികൾ അതിജീവിച്ച് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവൻ തുടർന്നപ്പോൾ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ പ്രപഞ്ചം മുഴുവൻ അവൻ്റെ ഒപ്പം നിന്നു സാർ. ബ്രസീലിയൻ സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത പുസ്തകത്തിലെ ഇടയബാലൻ്റെ ജീവിതയാത്രയ്ക്ക് സമാനമായ ഒരു യാത്രയായിരുന്നു സാർ കുന്നത്തൂരിലെ എൻ്റെ യാത്രയും. ആഗ്രഹ സബലീകരണത്തിനായി പ്രപഞ്ചം മുഴുവനും സാന്റിയാഗോയ്ക്കൊപ്പം നിന്ന പോലെ എൻ്റെ നാടും എനിക്കൊപ്പം നിന്നു സാർ. എൻ്റെ പാർട്ടി RSPയുടെയും UDF മുന്നണിയുടെയും പരിപൂർണമായ പിന്തുണയോടെയുള്ള എൻ്റെ അതികഠിനമായ യാത്രയ്ക്കൊടുവിൽ സാർ 42 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കുന്നുകളുടെ ഊരിൽ കുന്നത്തൂരിൽ UDF 4,00,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു സാർ. കുന്നത്തൂരിൻ്റെ ഹൃദയം തൊടാൻ ഒരവസരം നൽകിയ എൻ്റെ പ്രിയ നാടിന്, എൻ്റെ പ്രിയ നാട്ടുകാർക്ക് നിർമ്മലമായ ഹൃദയവായ്പോടെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു സാർ. സാർ, സംസ്ഥാനത്തിൻ്റെ സർവതല സ്പർശിയായ സമഗ്ര വികസനത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റാണ് സാർ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി, മനുഷ്യസ്നേഹിയായ മുഖ്യമന്ത്രി നമ്മുടെ സഭയിൽ അവതരിപ്പിച്ചത്. കണക്കുകൂട്ടലുകൾ ഇല്ലാതെയും നാടിൻ്റെ അവസ്ഥ, ഭാവി, യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാതെയും പിന്നോക്ക വിഭാഗങ്ങളെയും അരികുവൽക്കരിക്കപ്പെട്ടവരെയും പരിഗണിക്കാതെയും ഒളിഞ്ഞുകിടക്കുന്ന അനന്ത വികസന സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാതെയും പടുകൂട്ടൻ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് യാഥാർത്ഥ്യത്തെ മറയ്ക്കാൻ ശ്രമിച്ച് കേരളത്തിന്റെ പൊതുകടത്തെ 5 ലക്ഷം കോടിയിലെത്തിച്ചും 87,000 കോടിയുടെ സാമ്പത്തിക ബാധ്യതയിൽ എത്തിച്ചും ഒരു സർക്കാർ കടന്നുപോയപ്പോ അരക്ഷിതാവസ്ഥയിലായ നാടിനെ വീണ്ടെടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ധനകാര്യ ആസൂത്രണ രേഖയാണ് സാർ കഴിഞ്ഞ ദിവസം നാം ഇവിടെ കണ്ടത്. വ്യക്തവും ദിശാബോധവും ഉള്ളതുമായ പ്ലാനിങ്ങിലൂടെ ഈ സാമ്പത്തിക വർഷത്തേക്ക് എന്നതല്ല, എല്ലാ കാലത്തേക്കും എന്നതാണ് ഈ ബഡ്ജറ്റിനെ കുറിച്ച് എൻ്റെ വിലയിരുത്തൽ സാർ. മതിലുകൾ നിർമ്മിക്കുന്നതല്ല സാർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത്, അവ പൊളിക്കുന്നതാണ് സാർ. മതിലുകളില്ലാത്ത കാലമാണ് സാർ, അതിരുകളില്ലാത്ത കാലമാണ് സാർ മാനവികതയുടേത്. ഇത്തരം ഒരു പൊളിച്ചെഴുത്താണ് സാർ നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും മക്കൾക്കും സർക്കാർ ഏർപ്പെടുത്തിയ പ്രിയദർശിനി സൗജന്യ യാത്ര. ബഡ്ജറ്റിന് മുമ്പ് തന്നെ സ്ത്രീകളുടെ സൗജന്യ യാത്രയും രാജ്യത്തെ ആദ്യത്തെ വയോജന ക്ഷേമ വകുപ്പും ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ വാഗ്ദാനങ്ങൾ പാലിച്ച സർക്കാർ ബഡ്ജറ്റിലൂടെ നാടിന് നൽകുന്ന ധൈര്യവും പ്രതീക്ഷകളും ചെറുതല്ല സാർ. പണം എങ്ങോട്ട് പോയി എന്നാലോചിച്ച് വിഷമിക്കുന്നതിനേക്കാൾ പണം എങ്ങോട്ട് പോകണം എന്ന് കൃത്യമായി തീരുമാനിക്കുന്നതാകണം സാർ ബഡ്ജറ്റ്. എല്ലാ വിഭാഗങ്ങളെയും ഒരേ സമയം ചേർത്ത് പിടിക്കുന്നതിലൂടെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അഥവാ സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം എന്ന സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ കൃത്യമായ സാക്ഷാത്കാരം ഈ ബഡ്ജറ്റിൽ ഉടനീളം കാണുവാൻ സാധിച്ചു സാർ. വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറൽ, തൊഴിലില്ലായ്മ എന്നിവ ഉൾപ്പെടെ യുവജനങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണുക, വയോജനങ്ങളിലെ വാർദ്ധക്യബോധം ഇല്ലാതാക്കി അവരുടെ അനുഭവ സമ്പത്തും നൈപുണ്യങ്ങളും പ്രയോജനപ്പെടുത്തി ആരോഗ്യ മേഖലയെ പുനരുജ്ജീവിപ്പിച്ച് തീരദേശ മേഖലയുടെയും തീരവാസികളുടെയും ഉന്നമനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി പ്രത്യേക ഭവന പദ്ധതി, പട്ടിക വിഭാഗം വിദ്യാർത്ഥികളുടെ ഗ്രാൻഡുകൾ സമയബന്ധിതമായി നൽകൽ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ജനങ്ങളെ ചേർത്തു പിടിക്കുന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ എന്നതിൽ ഒരു സംശയവുമില്ല സാർ. മിഷൻ സമുദ്ര കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി സാമ്പത്തിക വളർച്ച കൈവരിക്കാനുള്ള ഇൻവെസ്റ്റ് കേരളം സെൽ, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി കമ്മിറ്റി, കേരള MSME ഗ്രോത്ത് സ്കീം, ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഒക്കെ തന്നെ നിരവധി തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കുന്നതിനൊപ്പം കേരളത്തിന്റെ ഭാവി സാമ്പത്തിക വളർച്ചയുടെ നിർണായക ഘടകങ്ങൾ ആകും എന്നതിൽ ഒരു തർക്കവുമില്ല സാർ. ധാതു സംസ്കരണത്തിന്റെയും അപൂർവ ധാതുക്കളുടെയും കേന്ദ്രമായ കൊല്ലത്തിന് പ്രത്യേകമായ പരിഗണന നൽകി സദേൺ കേരള എക്കണോമിക് കോറിഡോറിന്റെ ഭാഗ്യമാക്കിയതിൽ ഹൃദയാഭിവാദ്യങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് സാർ. കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വൺ കേരള കരുതൽ മിഷൻ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകി യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇവിടെ തന്നെ നിലനിർത്തുവാനുള്ള കേരള നോളജ് വാലി, ഗുണനിലവാരമുള്ള ആരോഗ്യ മേഖലയ്ക്കായി കേരള ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റി, വയോജനങ്ങളെ ഉൾപ്പെടുത്തി സിൽവർ എക്കോണമി, പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായുള്ള ഗ്രീൻ എനർജി പ്രൊജക്ടുകൾ എല്ലാം തന്നെ വൻ പ്രതീക്ഷകൾ നൽകുന്നതാണ് സാർ. അരികുവൽക്കരിക്കപ്പെട്ട പട്ടിക വിഭാഗങ്ങളെ സഹാനുഭൂതിയോടെ എംപത്തറ്റിക്കായി ഈ ബഡ്ജറ്റ് കാണുന്നുണ്ട് സാർ. കഴിഞ്ഞ LDF സർക്കാർ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 377 കോടി രൂപ ഉണ്ടായിട്ടും
നൽകാതിരുന്നിടത്ത് ഇന്ന് രചനാത്മകമായ രാഷ്ട്രീയ സൗന്ദര്യമുള്ള UDF ഗവൺമെന്റ് ബഡ്ജറ്റ് വഴി വിപ്ലവകരമായ മാറ്റമാണ് ഗോത്ര സമൂഹത്തെ പഠിപ്പിക്കുക എന്നുള്ളത്, ഗോത്ര സമൂഹത്തെ അറിയുക എന്നുള്ളത്. ട്രൈബൽ യൂണിവേഴ്സിറ്റി രൂപപ്പെടുകയാണ്. 50 കോടിയോളം രൂപ മാറ്റിവെക്കപ്പെടുകയാണ്. പേരിൽ മാത്രം ഉന്നതി രൂപപ്പെട്ട കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ പ്രക്രിയയിൽ നിന്നും പട്ടികജാതി വിദ്യാർത്ഥികളെ നൽകേണ്ടവ നൽകാതെ ആട്ടി ഓടിക്കപ്പെട്ടെങ്കിൽ തദ്ദേശീയ വിജ്ഞാനത്തെ പ്രോത്സാഹിപ്പിച്ച് ഗോത്രഭാഷ, ഗോത്ര സംസ്കാരം, ഗോത്രകല, ഗോത്ര അറിവുകൾ എന്നിവയിലൂടെ രാജ്യത്തെ ഒന്നാമത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റിയായി ട്രൈബൽ യൂണിവേഴ്സിറ്റി നമ്മുടേത് മാറും. പട്ടിക വിഭാഗങ്ങളെ നെഗ്ലക്ട് ചെയ്യുകയല്ല, ആ വിഭാഗങ്ങളെ എംപവർ ചെയ്യുകയാണ് ഈ ബഡ്ജറ്റ്. പട്ടിക വിഭാഗങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് സാർ രണ്ടാം ഭൂപരിഷ്കരണ നിയമത്തെ നോക്കി കാണുന്നത്. സാർ ആടിനെ പച്ചില കാട്ടി കൊണ്ടുപോകുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി സാർ എന്ന് ബോധ്യപ്പെടുത്തിയ 11 MLA-മാർ പട്ടിക വിഭാഗത്തിൽ നിന്നും 16 സംവരണ മണ്ഡലങ്ങളിൽ നിന്നും 11 സീറ്റും UDF നേടിയെടുത്ത കാലം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല സാർ. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എന്റെ കുന്നത്തൂരിനെ കൂടി ചേർത്ത് പിടിച്ച, വികസന കാര്യത്തിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച VDSന്റെ ഈ ബഡ്ജറ്റിനെ എങ്ങനെ പിന്തുണയ്ക്കാതിരിക്കും സാർ? ബഡ്ജറ്റിന് 1000 ഹൃദയ പിന്തുണകൾ അർപ്പിക്കുന്നു സാർ.